ഇറാന്റെ നദാൻസ് ആണവ നിലയം ഇസ്രായേൽ ആക്രമിച്ചതിന് തിരിച്ചടിയായി ചരിത്രത്തിലാദ്യമായി ഇറാൻ ഇസ്രായേലിലെ അതീവ സുരക്ഷയുള്ള ഡിമോണ ആണവ കേന്ദ്രത്തിൽ മിസൈൽ ആക്രമണം നടത്തി കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി. അയൺ ഡോം സിസ്റ്റം തകർന്നു തരിപ്പണമായി എന്ന ഇറാന്റെ പ്രസ്താവന അക്ഷരം പ്രതി സത്യമാണെന്ന് ലോകത്തിനെ മനസ്സിലാക്കി കൊടുത്തു. ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററാണ് ലോകമെമ്പാടും ഡിമോണ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്രായേലിന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി. ഡിമോണ ലോകത്തിലെ ഏറ്റവും രഹസ്യാത്മകമായ ആണവ നിലയങ്ങളിലൊന്നാണ്. ഇസ്രായേൽ തങ്ങളുടെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടെന്നോ ഇല്ലെന്നോ ഔദ്യോഗികമായി പറയാത്ത ന്യൂക്ലിയർ നയം പിന്തുടരുന്നത് ഈ കേന്ദ്രത്തെ മുൻനിർത്തിയാണ്. 1950കളുടെ അവസാനത്തിൽ ഫ്രാൻസിന്റെ സഹായത്തോടെയാണ് ഈ നിലയം നിർമ്മിച്ചത്. തുടക്കത്തിൽ ഇതര ലോകരാജ്യങ്ങളുടെ ഉപരോധങ്ങൾ ഭയന്ന് ഇതൊരു ടെക്സ്റ്റൈൽ ഫാക്ടറി ആണെന്നായിരുന്നു ഇസ്രായേൽ പുറം ലോകത്തെ അറിയിച്ചിരുന്നത്. ഔദ്യോഗികമായി ഇതൊരു ഗവേഷണ കേന്ദ്രമാണെന്നാണ് ഇസ്രായേൽ ഇപ്പോഴും അവകാശപ്പെടുന്നതും. എന്നാൽ ഇവിടെ ആണവായുധങ്ങൾക്ക് ആവശ്യമായ പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും നിഗമനം. ഇസ്രായേലിൻ്റെ പക്കലുള്ള 80 മുതൽ 200 വരെ ആണവായുധങ്ങളുടെ ഉറവിടം ഈ ഡിമോണയാണെന്നാണ് കരുതപ്പെടുന്നത്. 1986 ഡിമോണയിലെ മുൻ ജീവനക്കാരനായിരുന്ന മൊർഡെക്കായ് വനൂനു എന്ന ടെക്നീഷ്യൻ ഈ നിലയത്തിനുള്ളിലെ വിവരങ്ങളും ഫോട്ടോകളും ലണ്ടനിലെ സൺഡേ ടൈംസ് എന്ന പത്രത്തിന് ചോർത്തി നൽകി. ഇതോടെയാണ് ഡിമോണയിലെ ആണവായുധ നിർമ്മാണത്തെക്കുറിച്ച് ലോകത്തിന് വ്യക്തമായ സൂചന ലഭിച്ചത്. ഇസ്രായേലിലെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു മേഖല കൂടിയാണിത്. ഇതിനു മുകളിലൂടെയുള്ള വിമാന സഞ്ചാരം പോലും കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളാണെങ്കിൽ അതിവേഗം പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ശേഷിയുള്ളവയുമാണ്. ഇവിടെയാണ് സ്വന്തമായി അത്യാധുനിക വിമാനങ്ങളും ശത്രുവിമാനങ്ങളെ കണ്ടെത്തി വെടിവെച്ചിടാനുള്ള റഡാർ സംവിധാനങ്ങളും ഇല്ല എന്ന് ഇസ്രയേലും അമേരിക്കയും പരിഹസിക്കുന്ന ഇറാന്റെ പ്രസക്തി. കഴിഞ്ഞ ദിവസം ഡിമോണ ന്യൂക്ലിയർ പ്ലാന്റിൽ ഇറാൻ നടത്തിയ കൃത്യതയാർന്ന മിസൈൽ സ്ട്രൈക്ക് കണ്ട് ഇസ്രയേലും അമേരിക്കയും ഞെട്ടിയിരിക്കുകയാണിപ്പോൾ. ലോക പോലീസിന്റെ മുതുകത്തേറ്റ ഒരടിയായാണ് ലോകം ഇതിനെ വിലയിരുത്തിയത്. ഇറാനെ ഒറ്റയ്ക്ക് നേരിടാനുള്ള കരുത്ത് ചോർന്നു പോയ ഇസ്രയേലും അമേരിക്കയും ബ്രിട്ടന്റെ കൂടി സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണിപ്പോൾ. ബ്രിട്ടീഷ് ആണവ അന്തർവാഹിനിയും വിമാനവാഹിനി കപ്പലും പേർഷ്യൻ ഗൾഫിലേക്ക് ഇതിനകം എത്തിക്കഴിഞ്ഞു. എത്ര കാലം ശക്തന്മാരായ ഇത്രയും രാജ്യങ്ങളോട് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കാൻ ഇറാന് കഴിയുമെന്നത് ഒരു ചോദ്യചിഹ്നമാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാന്റെ ടെക്നോളജികൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ പതറിയ അമേരിക്ക അവരെ ഒതുക്കാൻ ഹിരോഷിമയിലും നാഗസാക്കിയിലും ന്യൂക്ലിയർ ബോംബ് വർഷിച്ചവരാണ് എന്നത് നമ്മൾ ഓർക്കണം. ലോകത്തുള്ള തങ്ങളുടെ അപ്രമാദിത്വം നിലനിർത്താൻ എന്തും ചെയ്യാൻ മടിക്കാത്ത പാശ്ചാത്യ ശക്തികളെ ഭയപ്പെടാതിരിക്കുന്നതിൽ കാര്യമില്ല. ഇറാൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടാക്കാൻ പോയവർ അവരുടെ എണ്ണപ്പാടങ്ങൾക്ക് തീയിടുന്നു. ഇപ്പോൾ വൈദ്യുതി നിലയങ്ങൾ ആക്രമിക്കുമെന്നും പ്രഖ്യാപിച്ചു. ഇറാൻ ജനതയെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് നയിക്കുന്നതാണോ സ്വാതന്ത്ര്യം? ട്രംപ് ഭരണകൂടം അധികം താമസിയാതെ അറബ് രാജ്യങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നമ്മുടെ കൊച്ചു കേരളത്തിന് ദുരിതങ്ങളുടെ പെരുമഴക്കാലം സമ്മാനിക്കാൻ അതുതന്നെ ധാരാളം. എന്നാൽ ഇതെല്ലാം കണ്ട് പൊട്ടന്മാരെ പോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇപ്പോഴും അമേരിക്കയ്ക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുകയാണ്. ഈ നിലപാട് തുടർന്നാൽ തകരുന്ന തങ്ങളുടെ സാമ്രാജ്യങ്ങളെ ഓർത്ത് നാളെ അവർക്ക് ദുഃഖിക്കേണ്ടി വന്നേക്കാം. ഇറാനൊപ്പം എല്ലാം തകർന്ന് ഇസ്രായേലും അറബ് രാജ്യങ്ങളും പട്ടിണിയിലേക്ക് പോകുമ്പോഴും സാമ്പത്തിക തകർച്ചയിൽ കൂപ്പുകുത്തിയ അമേരിക്കയ്ക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള പിടിവള്ളിയായി ഈ രാജ്യങ്ങളൊക്കെ അപ്പോഴേക്കും മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും.